ഒരു ഒഴിവുമില്ലാത്ത കുറേ പണിയുള്ള ദിവസം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇത്. തലേന്ന് എടുക്കൽ തുടങ്ങിയതാണ് ഈ ഒരു എഡ്യൂക്കേഷണൽ ടോയ്സിൻ്റെ വീഡിയോ കേട്ടോ. പക്ഷേ മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ബ്ലോക്ക് ഓഫീസിൽ പോകേണ്ടിണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് പെട്ടെന്ന് വീടാണ് ഞാനുള്ളത് നോക്കിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ അടുത്ത പണിയായിട്ടോ, അതായത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ അടുത്ത പണിയായിട്ടോ. നമ്മളെ ബാച്ച് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനുള്ള ഫ്രെയിമുകളാണ് കേട്ടോ ഇത്. അപ്പോൾ 25ഓളം ഫ്രെയിമുകളുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് പാക്ക് ചെയ്തൊക്കെ സെറ്റാക്കാനുണ്ട്. നീനുക്കുട്ടി ഇതാ മാക്സിമം ബോറടിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ശരിക്കും ഓഫീസിൽ വന്നാൽ ഉള്ളത് പറയുകയാണെങ്കിൽ നല്ലൊരു ബോറടിയാണ് കേട്ടോ. പിന്നെ ബോറടിക്കാനെന്ന് പറഞ്ഞാൽ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ആദ്യം ചെക്കനൊന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവനങ്ങനെ കണ്ണു നട്ട് കിടക്കുകയാണ്. ആദ്യം ഇവനെ ഉറക്കുക, എന്നിട്ടുള്ള ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ഫുഡ് അടിൻ്റെ ടൈമായേ. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ വാഴൻ്റെലയിൽ ചോറൊക്കെ പൊതിഞ്ഞിട്ട് ഒരു പൊതിച്ചോറായിട്ട് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു കേട്ടോ. മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസം ചില സമയത്ത് ഇങ്ങനെ പൊതിച്ചോറ് റെഡിയാക്കി കണ്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിന് പറഞ്ഞാൽ ചമ്മന്തി ഉണ്ട്, നമ്മളെ ഓംലെറ്റ് ഉണ്ട്, അച്ചാറുണ്ട്, അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മളെ പയറുപ്പേരി ഉണ്ട്, അങ്ങനെ എല്ലാം അതും ഉണ്ട്. അപ്പോൾ ഇതെന്താ നമ്മൾ ചെയ്യുക വെച്ചാൽ എല്ലാം അതും കൂടെ നന്നായിട്ട്, അതായത് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് അങ്ങ് കുഴക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഈ ഒരു വാഴൻ്റെലയിൽ ഇരുന്നുകാണ്ട് വട്ടമിട്ട് ഇരുന്നുകാണ്ട് അങ്ങ് കഴിക്കട്ടോ. ഈ ഒരു ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പറ്റാത്ത കൂട്ടാനൊക്കെ അതിലങ്ങോട്ട് പറ്റും. അല്ലെങ്കിൽ വെജീസൊക്കെ കഴിക്കാൻ അവർക്ക് ഭയങ്കര മടിയാണേ. ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താണെങ്കിലും എല്ലാം അത് ഉള്ളിലോട്ട് എത്തും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഫ്രെയിം പാക്ക് ചെയ്യാനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തെർമോക്കോൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തുകൊണ്ട് പിന്നെ നമ്മളെ സാധാരണ പാക്കിംഗ് കവറിലാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവർ കുറച്ച് നേരമൊക്കെ സഹായിച്ചങ്ങാണ്ട് പിന്നെ ഓല് റീൽസ് കാണാൻ നിന്നിട്ടോ. ഓൽക്ക് എന്ത് ഫ്രെയിം, ഓൽക്കാണെങ്കിൽ മെയിനായിട്ട് റീൽസ് കാണുക, കളിച്ച് നടക്കുക, ഇതാണ് കേട്ടോ ഓലൊരു ലോകം എന്ന് പറയാൻ. അപ്പോൾ എല്ലാതും കഴിഞ്ഞ് പിന്നെ പാക്കാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും നമ്മളത് എഴുതും, അതുപോലെ തന്നെ നമ്മളെ സ്റ്റുഡൻസിൻ്റെ എഴുതും കേട്ടോ. ഇൻ കേസ് സ്റ്റുഡൻസിനെ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാതും എഴുതുവേ. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇതാ കുഞ്ഞാപ്പി എണീക്കലും അവൻ്റെ വികൃതിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പെട്ടിയാക്കി വെച്ചപ്പോൾ ഓന് ഇതിമ വന്നിട്ടോ. എന്തെങ്കിലും ഒരു ഉയരുള്ള സാധനം കിട്ടിയാൽ അതുമ്മ എങ്ങനെ കയറാം എന്ന ഗവേഷണത്തിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയുള്ളൂ. നമ്മൾ മാക്സിമം അങ്ങനെ നിരുത്സാഹപ്പെടുത്താറൊന്നുമില്ല കേട്ടോ. ഏതായാലും അത് കൊറിയറൊക്കെ അയച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് വൈകുന്നേരം ആയിട്ടോ. ഏകദേശം മഗ്‌രിബ് ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കൂടുതലൊന്നും എൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. നേരെ നീണ്ട് നീർന്ന് കിടക്കുക.